ഒരു പാലം കയറുന്ന സമയത്ത് ഈ പാലം എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളെ പാലം കിടക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെടും. പക്ഷെ ആ പാലം ഇറങ്ങുന്നത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ലെങ്കിലോ. ഈയിടെ എന്റെ രണ്ട് സുഹൃത്തുക്കള് അവർ ഇപ്പോ വർക്ക് ചെയ്യുന്ന ജോലി വിട്ടിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് അവരോടൊന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ അവർ പറഞ്ഞു, ഇന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ഇന്നൊരു സ്ഥലത്തേക്കാണ്, ഇന്നൊരു പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടോ ആ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന റിയാലിറ്റി എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിൽ വന്നൊരു വാചകമാണ്, ഒരു പാലം കയറുന്ന സമയത്ത് ഈ പാലം എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളെ പാലം കിടക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെടും. പക്ഷെ ആ പാലം ഇറങ്ങുന്നത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ലെങ്കിലോ, തിരിച്ചു നടക്കാൻ നമുക്ക് സ്കോപ്പ് ഇല്ലെങ്കിലോ, ഒരു വൺ വേ പാലമാണെങ്കിലോ. ജീവിതം എപ്പോഴും അങ്ങനെയല്ലേ, സമയം എന്ന് പറയുന്നത് വൺ വേ ആണല്ലോ. നമ്മൾ ലൈഫിൽ എന്തൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, ആ വഴിയിലൂടെ മുന്നേ പോയവർ എവിടെയാണ് നിൽക്കുന്നത്, അവരെന്ത് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമ്മളെടുത്ത തീരുമാനമാണല്ലോ. നമ്മൾ പഠിക്കാതെ, നമ്മൾ മനസ്സിലാക്കാതെ, നമ്മൾ റിസർച്ച് ചെയ്യാതെ നമ്മളെടുത്ത തീരുമാനം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. കരിയർ വൈസ് ആണെങ്കിലും റിലേഷൻ വൈസ് ആണെങ്കിലും ലൈഫിൽ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി ആ വഴിയിലൂടെ സഞ്ചരിച്ചവരെ ഒന്ന് കാണുക, മനസ്സിലാക്കുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കും. ഇല്ലെങ്കിൽ അവർ ചെയ്ത അതേ മിസ്റ്റേക്ക് ചിലപ്പോൾ നമ്മളും ആവർത്തിച്ചു എന്ന് വരും.